എല്ലാവർക്കും അദൃശ്യകരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അദൃശ്യകരങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജപ്പാനീസ് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയു താത്സുയുടെ പ്രവചനത്തെക്കുറിച്ചാണ്. ജപ്പാനീസ് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയു താത്സുയുടെ പ്രവചനമാണ് ഇപ്പോൾ ലോകമാകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കും എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനവും സുനാമിയും എല്ലാം ഇവർ വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ജപ്പാൻ ജനതയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ തൽസുഗി നടത്തിയിരിക്കുന്നത്. 2011 ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിൽ പറഞ്ഞ ദിവസം തന്നെ ഈ ദുരന്തം സംഭവിച്ചു എന്നത് ഇപ്പോൾ ലോക ജനതയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. റിയോ തൽസുഗി പ്രവചിച്ചിരിക്കുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ എന്ന് അറിയാനും ഭയത്തോടെയുമാണ് ഇപ്പോൾ ഈ പ്രവചനത്തെ ലോകം നോക്കിക്കാണുന്നത്. അത് മാത്രമല്ല, അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ നിരവധി ചെറുഭൂചലനങ്ങൾ ജപ്പാനിൽ സംഭവിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിയോ തൽസുഗി നടത്തിയ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജപ്പാൻ ജനത കഴിയുന്നത്. ശനിയാഴ്ച മുതലാണ് 500-ലേറെ ഭൂചലനങ്ങൾ ടൊക്കാരയിൽ ഉണ്ടായത്. എന്നാൽ അവയെല്ലാം തന്നെ ചെറുചലനങ്ങളായതിനാൽ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജപ്പാന്റെ കാലാവസ്ഥ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. 10 ദിവസത്തിലേറെയായി ചൈനയിൽ അതിഭീകരമായ തോതിൽ മഴ തുടരുകയാണ്. എന്നാൽ ചൈനയിലെ ഈ പ്രളയത്തെ റിയോ തൽസുഗിയുടെ പ്രവചനവുമായി ചേർത്ത് വായിക്കുന്നവരും നിരവധിയാണ്. ചൈന തായ്വാൻ ഉൾപ്പെടെ മേഖലയിലാണ് പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാവും എന്നത് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനവും സുനാമിയും സത്യമായി തന്നെയാണ് ഈ ഭീതിക്ക് പുറകിൽ എന്നതാണ് സത്യം. റിയോ തൽസുഗി കാണുന്ന സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. താൻ കണ്ട 15 സ്വപ്നങ്ങളെക്കുറിച്ചും തൽസുഗി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ 13 സംഭവിച്ചു എന്ന അവകാശവാദവുമായി ഇവരുടെ അനുയായികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഡയാന രാജകുമാരിയുടെ മരണം ഉൾപ്പെടെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രവചനത്തിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നും തന്നെ ഇല്ല. എന്നാൽ പലപ്പോഴും ജൂലൈ 5 എന്ന ദിനത്തെ വളരെയധികം ഭയത്തോടെയാണ് ലോകവും ജപ്പാൻ ജനതയെ നോക്കി കാണുന്നത്. തൽസുഗി തൻ്റെ പുസ്തകത്തിൽ ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചു മറുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് പുറത്തേക്ക് അഗ്നിപർവ്വത സ്ഫോടനം കണക്കെ സുനാമി രൂപത്തിൽ ജൂലൈ 5 പുലർച്ചെ പുറത്തേക്ക് വരുമെന്ന സൂചനയാണ് ലോകത്തിന് നൽകുന്നത്. എന്തായാലും ആശങ്കയിൽ ഓരോ നിമിഷവും തള്ളി നീക്കി മുന്നോട്ട് പോവുകയാണ് ലോകം. പലരും യാത്രകൾ പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്തു തന്നെയായാലും വളരെയധികം ജാഗ്രതയോടെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം തൽസുഗിയുടെ പ്രവചനത്തെ. അത്രയധികം ആശങ്കാജനകമാണ് ഇപ്പോൾ ഈ പ്രവചനം ലോകത്താകെ ഉണ്ടാക്കിയിരിക്കുന്നത്. തൽസുഗിയുടെ പ്രവചനം സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.